ഈരാറ്റുപേട്ട മുഹദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ വക സ്ഥലം വഖഫ് ഭൂമി CPMൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറിയും 21-ാം വാർഡിലെ കൗൺസിലറുമായ PR ഫൈസലിൻ്റെ നേതൃത്വത്തിൽ ഏതാനും ചിലർ ചേർന്ന് പള്ളിയുടെ സ്ഥലം ബലമായിട്ട് കയ്യേറി റോഡ് വെട്ടി. ഈ റോഡ് വെട്ടിയതിനെതിരെ ഈരാറ്റുപേട്ട പോലീസിലും വഖഫ് ബോർഡിലും പരാതി കൊടുത്തു. ഇത്ര നാളായിട്ടും വഖഫ് ബോർഡിൻ്റെ ഭാഗത്തോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. വഖഫ് ഭൂമി കയ്യേറിയതിൽ ഈരാറ്റുപേട്ടയിലെ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ വിശ്വാസികൾക്കും കടുത്ത അമർഷമുണ്ട്. ജമാഅത്തിൻ്റെ ഭാരവാഹികൾ പല പ്രാവശ്യം പോയി കണ്ടിട്ടും ഒരു തീരുമാനവും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടായില്ല, വഖഫ് ബോർഡിൽ നിന്നും ഉണ്ടായില്ല. നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റിന് 10 ലക്ഷം രൂപ വരെ വില കിട്ടുന്ന സ്ഥലങ്ങൾ ടൗണിൽ കിടക്കുന്ന വിലപിടിപ്പുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും വഖഫ് ശ്രദ്ധിക്കുന്നില്ല. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. അവർ TA-യും DA-യും വാങ്ങിച്ച് കേരളത്തിൽ 5ഓളം സ്ഥലത്ത് സിറ്റിംഗ് നടത്തി അതിന് പുറകെയായിട്ടാണ് നടക്കുന്നത്. അതുപോലെ വഖഫ് ബോർഡിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 വർഷമായാൽ പോലും തീരുമാനമാവുകയില്ല. അവർക്ക് താല്പര്യമുള്ള കേസ് മാത്രം അവർ വിളിക്കും. അവർക്ക് താല്പര്യമുള്ള കേസിൽ അവർ തീരുമാനം എടുക്കുന്നുള്ളൂ. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ പള്ളിയിൽ വെക്കണമെന്ന് പറഞ്ഞ് 3 വർഷം മുമ്പ് കേസ് കൊടുത്തതാണ്. പിന്നെ പള്ളിയുടെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് അവർ അന്വേഷിക്കാറില്ല. ലക്ഷക്കണക്കിന് രൂപ പള്ളിക്ക് വരുമാനമുണ്ട്. ആ വരുമാനത്തെക്കുറിച്ച് അവർ അന്വേഷിക്കാറില്ല. പരാതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്താറില്ല. ഈ അടുത്ത ദിവസം 25 ലക്ഷം രൂപ കടമുറികൾക്ക് സെക്യൂരിറ്റി ആയിട്ട് വാടകക്കാർ തന്ന പണം കാണാനില്ലായിരുന്നു. അതിനെക്കുറിച്ച് ബോർഡിന് പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചില്ല. ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ കഴിഞ്ഞ ദിവസം പരാതി കൊടുക്കുകയുണ്ടായി. അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് ഒരുപാട് പണം പള്ളികൾക്ക് നഷ്ടമാകുന്നു.